ഹലോ എവ്രിവൺ, ഇറ്റ്സ് വിളിച്ചസ് കൊച്ചിക്കാരച്ചായത്തി. സോ ഇന്ന് നമ്മളുള്ളത് പുല്ലേപ്പടിയിലായിട്ടാണ്. നിങ്ങൾക്കറിയാം ഞാൻ ഇവിടെ തന്നെയാണ് ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാത്തൊരു ലോകമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. നമ്മൾ ഇത്രയും ദിവസം നമ്മൾ കാറിൻ്റെ പാർട്സൊക്കെ പൊളിക്കുന്നതല്ലേ, കാറ് സ്ക്രാപ്പ് ചെയ്യുന്നതൊക്കെ അല്ലേ നമ്മൾ ഇത്രയും ദിവസം കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ബൈക്ക് സ്ക്രാപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ ബൈക്കിൻ്റെ സെക്കൻഡ് ഹാൻഡ് പാർട്സും അതുപോലെ തന്നെ ഫ്രഷ് പീസ് പാർട്സും കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ് ഇന്ന് ഞാൻ കൊണ്ടുപോകുന്നത്. ഇത് കൂടാതെ നമുക്ക് ഇവിടെ ഒരു വർക്ക്ഷോപ്പും ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ പുല്ലേപ്പാടി പാലത്തിൻ്റെ നേരെ താഴെയായിട്ടാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇതാണ് നമ്മുടെ ബർക്കത്ത് എന്ന് പറയും. ബർക്കത്ത് സ്പെയർ പാർട്സ്, അത് മെയിനായിട്ടുള്ള ഷോപ്പ് അവിടെയായിട്ടാണ്. അവരുടെ തന്നെയായിട്ടുള്ള ഒരു മെക്കാനിക്കൽ വർക്ക്ഷോപ്പാണ് ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഡെയിലി ഒരു 40 വണ്ടിയെങ്കിലും ഇവിടെ നിന്ന് സർവീസ് ചെയ്ത് പോകുന്ന ഒരു ഷോപ്പാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ വിഷ്ണു ചേട്ടനുണ്ട്. സോ ഇതാണ് നമ്മുടെ വിഷ്ണു ചേട്ടൻ. ഹലോ, ഇതാണ് നമ്മുടെ വിഷ്ണു ചേട്ടൻ. അപ്പോൾ വിഷ്ണു ചേട്ടനാണ് നമുക്ക് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ആദ്യം തുടങ്ങാം അല്ലേ? ആദ്യം ഇവിടെ തുടങ്ങാം. എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയും? പ്രത്യേകിച്ച് നമ്മൾ എല്ലാ വണ്ടി വർക്കും ചെയ്യും. ഇപ്പോൾ ടോട്ടൽ ബസ് വണ്ടിയാണെങ്കിലും എല്ലാ വണ്ടി നമ്മൾ പണിയും. പണിയാത്ത വണ്ടിയൊന്നും ഇല്ല. ഇപ്പോൾ ടാങ്ക് ടെൻറ്റ് ആയാലും ടാങ്ക് ടെൻറ്റിങ് നിർത്തും, ചേസി ബെൻഡ് ക്ലിയർ ചെയ്യും. എല്ലാ വർക്കും നമ്മൾ ചെയ്യും. എല്ലാ വണ്ടിയും സർവീസ് ചെയ്യും. ഡെയിലി ഇവിടെ നിന്ന് എത്ര വണ്ടികളോളം സർവീസ് ചെയ്ത് പോകുന്നുണ്ട്? ഒരു 40-45 വണ്ടി സർവീസ് ചെയ്ത് പോകുന്നുണ്ട്. ഡെയിലി പോകുന്നുണ്ട്. ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാല് ചില വർക്ക്ഷോപ്പ് ഒക്കെ ഉണ്ടാവില്ല, നമ്മള് റോയൽ എൻഫീൽഡിന്റെ വണ്ടികൾ മാത്രമേ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ബജാജിന്റെ വണ്ടികൾ മാത്രമേ ചെയ്യത്തുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എല്ലാ വണ്ടികളും നിങ്ങൾ ചെയ്യും? ഓക്കെ. ഞാൻ വേറൊരു കാര്യം കേട്ടായിരുന്നു. അപ്പൊ നമുക്ക് അപ്പുറത്തൊരു സ്പെയർ പാർട്സിന്റെ ഒരു ഷോപ്പില്ലേ, അതൊന്ന് കാണിച്ചു കൊടുത്താലാ? അപ്പോൾ അവിടേക്കാണ് ഞാൻ മെയിൻ ആയിട്ട് നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് പോകുന്നത്. എനിക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് എറണാകുളത്ത് സെക്കൻഡ് ഹാൻഡ് പാർട്സ് ബൈക്കിന്റെ കിട്ടുന്ന ഒരു ഷോപ്പിലേക്കാണ്. സോ അപ്പുറത്തായിട്ടാണ് ഷോപ്പ് വരുന്നത്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അത് ഞാൻ പറഞ്ഞു, തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് സെക്കൻഡ് ഹാൻഡ് മാത്രമല്ല ഫ്രഷ് പീസ് പാർട്സ് നമുക്ക് കിട്ടും. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോഴത്തേക്ക് നിങ്ങൾ ഞെട്ടിപ്പോകത്തുള്ളൂ. എല്ലാം കാണിച്ചു തരും അവര് നമുക്ക്. എന്ന് പറഞ്ഞാൽ ഈ വണ്ടികൾ പൊളിച്ച് ചെയ്യുമ്പോഴത്തേക്കുള്ള ആ ഒരു ലോഗമില്ല, അതാണ് നിങ്ങൾക്ക് ഇന്ന് നമ്മൾ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. സോ അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ ഒരു ഗോഡൗൺ ഉണ്ട്, അപ്പുറത്ത് വേറൊരു ഗോഡൗൺ ഉണ്ട്. ആദ്യം നമ്മൾ എങ്ങോട്ടാ പോണേ? ഫസ്റ്റ് ഇവിടെ പോവാം. ഓക്കെ. ഫസ്റ്റ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ബൈക്ക് സ്ക്രാപ്പ് ചെയ്യുന്ന സ്ഥലമാണ്. ആദ്യം നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇത് അതുപോലെ തന്നെ ഉള്ളതാണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് കേട്ടോ ഉള്ളത്? ചേട്ടനാണ് ചെയ്യുന്നത്. എന്തൊക്കെ ചെയ്യണേന്നുള്ള ജസ്റ്റ് പറയോ? സൈസ് ലെവലിംഗ്, ടാങ്ക് ലെവലിംഗ്, പിന്നെ അത്യാവശ്യം വണ്ടിയുടെ പാച്ച് വർക്ക് എല്ലാം ചെയ്യും. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ വർക്കിലാണ്, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യേണ്ട. നമുക്ക് അപ്പുറത്തെ ഷോപ്പിലേക്ക് പോവാം കേട്ടോ. വാ. എൻ്റെ ടൂൾ ആരും കളിയാക്കരുത്, കാരണം ഒരു മൈക്കേ ഉള്ളൂ, ഒരെണ്ണം അടിച്ചു പോയി. അപ്പം അതുകൊണ്ടിട്ടാണ് ഇത് യൂസ് ചെയ്തത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. സോ ഇവിടെ എന്തൊക്കെയാണ് വിഷ്ണു ചേട്ടാ മെയിൻ ആയിട്ടുള്ളത്? ഇവിടെ എല്ലാം ഉണ്ട്. ടാങ്കുകള്, ഫൈബർ പാർട്സുകള്, ട്യൂബുകള്, ഒന്നും ഇല്ലാതില്ല, എല്ലാതായിട്ടുണ്ട്. നമ്മള് ഞെട്ടിപ്പോവും. എല്ലാം അലോയ്സുകള്, ടാങ്കുകള്, ഡ്രമ്മുകള് എല്ലാം ഉണ്ടാവും. പിന്നെ ഇതുപോലെ തന്നെ ട്യൂബുകള് അല്ലേ, ഷോക്ക് ട്യൂബുകള്, സിലിണ്ടറുകള്, ഹാൻഡിൽ ബാറുകള് എല്ലാം. ഓക്കെ. ഈ താഴത്തെ സെക്ഷനിൽ ഇതൊക്കെയാണ് ഇരിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. ഇനി ഇതല്ല, ഇതിന് മുകളിൽ നമുക്ക് വേറൊരു സെക്ഷൻ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങോട്ടേക്ക് എന്തൊക്കെയായിരുന്നു? ഇങ്ങോട്ടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞ പോലെ കാർബറേറ്ററുകള്, പിന്നെ അതുപോലെ തന്നെ ക്രാങ്ക്, ഹാൻഡിൽ ബാറുകള്, ഫുട്രസ്റ്റുകള്, കാരൽ ബ്ലഡ്ജുകള്, പിന്നെ ക്രാങ്ക്, പിന്നെ ഇഞ്ചക്ട് ട്യൂബുകള്, റൈസുകളാണെങ്കിൽ സിലിണ്ടറുകള്, മാൻ കോലുകൾ, എല്ലാ വണ്ടിയുടെ മാൻ കോലുകൾ, എല്ലാ വണ്ടിയിലെ മാൻ കോലുകൾ, സിലിണ്ടറുകൾ, ഹെഡുകൾ, പിന്നെ ടീ ഫോർക്ക്, എല്ലാ ഐറ്റംസും. പിന്നെ ഷോക്ക് ഫുൾ സെറ്റ് ആണെങ്കിൽ ഫുൾ സെറ്റ് ആവും, ഷോക്ക് ഉണ്ടാവും. എല്ലാ വണ്ടിയും ഉണ്ടാവും. പിന്നെ ഇവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിലോ
വണ്ടിയിൽ ഷോക്ക് കപ്പറുകൾ, ആ ഈ റൈസുകളായിട്ട് സിംഗാമുകൾ. എൻ്റെ അമ്മോ, സൈലൻസറുകളൊക്കെ തൂക്കിയിട്ടേക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ അട്ടിക്കണക്കിനാണ് നമ്മൾ സൈലൻസറൊക്കെ തൂക്കിയിട്ടേക്കുന്നത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ചേസ്, സോറി ചേസ് അല്ല സ്വിങ്ങാമാണിത്, ചേസ് ഇപ്പുറത്താണ്. പിന്നെ അതുപോലെ തന്നെ ഷോക്കൊക്കെ ഇരിക്കുന്നുണ്ട്, ഷോക്കിന്റെ സ്പ്രിംഗ് ഇല്ല, അതൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. കാണാൻ നിങ്ങൾക്ക് ഫോർക്കുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ ഇത് സീറ്റൊക്കെ ഉണ്ട് ഇവിടെ. ഇത് നിങ്ങൾ എങ്ങനെ അപ്പോൾസ്റ്റർ ചെയ്ത് കൊടുക്കും? സീറ്റേ കൊടുക്കുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് താഴത്തെ സെക്ഷനിൽ വരുന്നത്. ഇനി നമുക്ക് മുകളിൽ ഒരു തട്ടും കൂടെ ഉണ്ട്, അത് കാണിച്ചു തരാം കേട്ടാ. $135 പാർട്സ് ഒക്കെ ഉണ്ടാകോ? ടാങ്ക് ആ അത് കൊള്ളാലോ. ഞാൻ വിചാരിച്ചത് വിന്റേജിന്റെ അങ്ങനെ അത്ര പാർട്സ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു, പക്ഷെ അതൊക്കെ ഉണ്ടല്ലോ ഇവിടെ. 135 എല്ലാം കിട്ടും, ഒന്നും കിട്ടായെങ്കിലും നമുക്കിനി മുകളിലത്തെ തട്ടിപ്പോവാം. മുകളിലേക്ക് കയറുമ്പോഴാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുറേ ടാങ്ക് ഒക്കെ മുകളിൽ തൂക്കിയിട്ടേക്കണ കാണാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ്, അതുപോലെ തന്നെ ഈ സൈഡ് കവറ്, അതൊക്കെയാണ് ഇവിടെ ഉള്ളത് അല്ലേ വിഷ്ണു ചേട്ടാ? ഇവിടെ മെയിനായിട്ട് എന്തൊക്കെയാണ്? എല്ലാ വണ്ടിയും ബാക്കിലെ ബോഡി, ടെയിൽ പീസ്, ബോഡി എല്ലാം നമ്മളിപ്പോൾ ഉണ്ടാവും. പിന്നെ ബാക്കിലേക്ക് സാരി കാർഡ് ഐറ്റംസ് എല്ലാം, സ്ലാഷ് കാർഡുകൾ. ഒരു വണ്ടിക്കൊണ്ട് എന്താ വേണ്ട എല്ലാം ഉണ്ടാവും. പിന്നെ ഒന്നില്ലായെങ്കിൽ എല്ലാം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടന്ന് കഥച്ചു. ഇവര് ഡെയിലി, ഞാൻ ആലോചിക്കണം, ഇപ്പൊ ഞാനിവിടെ രണ്ടാമത്തെ തവണയാണ് കയറുന്നത്, പക്ഷെ ഈ ഡെയിലി ഇങ്ങനെ കയറുന്ന ഇവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിങ്ങള്, ഓരോ പാർട്സ് എടുക്കാനായിട്ട്. ഇനി അടുത്തത് നമ്മൾ ഏറ്റവും മുകളിലത്തെ തട്ടിലാണ് കയറിയേക്കുന്നത്. ഇവിടെ മെയിനായിട്ട് ഇതുപോലെ തന്നെ ഫൈബർ പാർട്സ് തന്നെയല്ലേ? ഫൈബർ പാർട്സ് ഉണ്ട്, ഹെഡ്ലൈറ്റ്, ബ്രേക്ക് ലൈറ്റുകളെല്ലാം ഫുള്ളുണ്ടാവും. എൻഡോർക്കിന്റെ പാർട്സ് ഉണ്ട്, ഹോർനെറ്റ്, പിന്നെ അതുപോലെ തന്നെ എല്ലാ വണ്ടികളുടെ ഉണ്ട്. അങ്ങനെ എടുത്തെടുത്തൊരു പേര് പറയേണ്ട കാര്യമില്ല എന്നാണ് വിഷ്ണു ചേട്ടൻ പറഞ്ഞത്. എൻ്റെ ക്യാമറമാൻ ഇപ്പം തട്ടി വീഴും. എല്ലാ വണ്ടിയുടെ പാർട്സും നമുക്കിവിടെ അവൈലബിൾ ആണ്. പിന്നെ എൻ്റെ അമ്മോ, ഞാൻ ഇതിൻ്റെ പൊക്കത്ത് കയറിയിട്ട് കഥച്ചു ഗൈസ്. എൻഡോർക്കിൻ്റെ അത് ഞാൻ മെയിനായിട്ട് ഇത് കണ്ടതുകൊണ്ടിട്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. എല്ലാം ഉണ്ടാവും, ഒന്നും ഇല്ലെങ്കിൽ എല്ലാ ബോഡി പാർട്സ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇവിടെ ഈ ഒരു ഷോപ്പ് മാത്രമേ ഉള്ളൂ? നിങ്ങൾക്ക് വേറെ ഷോപ്പ് ഉണ്ടോ? ഇത് മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. ആക്റ്റീവ 60യുടെയും ഒക്കെ പാർട്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഇപ്പോൾ റീസെല് പരിചയപ്പെടുത്തിയത് മൊത്തം കാറിൻ്റെയൊക്കെയാണ്. 2 വീലറിനെ നമ്മൾ ഇതുവരെ അങ്ങനെ പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ 2 വീലറിൻ്റെ പാർട്സ് ഒക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. ഇനി ഒരു ഷോപ്പും കൂടെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് ഏത് വണ്ടിയുടെയാണ്? ഡിലക്സ്, അതെ സ്പ്ലെൻഡറിൻ്റെ ഇതാണ് ഹെഡ്ലൈറ്റ് കവറില്ല. അതെ വൈസർ അല്ലല്ലോ, ഇവിടെ ഹെഡ്ലൈറ്റ് വരും. അങ്ങനെ പറയാം, എങ്ങനെയാണെങ്കിലും എനിക്ക് ഞാൻ കവർന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അതെ അതെ. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ഷോപ്പ് ഉണ്ട് അപ്പുറത്ത്, നമുക്ക് അവിടെ പോകാം. അവിടെയാണ് നിങ്ങൾ കാണേണ്ടത് ആക്ച്വലി. കട്ട് ചെയ്തോ? എനിക്ക് തോന്നുന്നു നമുക്കത് അടുത്തൊരു പാർട്ടായിട്ട് നമുക്ക് ഇടാം. ഇത് ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് വേറെ ആയിട്ട് ചെയ്യാം. അടുത്ത ഷോപ്പിലേക്ക് പോകുമ്പോഴത്തേക്ക് അതായിരിക്കും സെക്കൻഡ് പാർട്ട്. സോ നിങ്ങൾക്ക് 2 വീലറിന് എന്തെങ്കിലുമൊക്കെ പാർട്സ് വേണമെങ്കിൽ, അതിപ്പോൾ ബൈക്ക് ആയിക്കോട്ടെ, സ്കൂട്ടർ ആയിക്കോട്ടെ, ഏത് വണ്ടിയുടെ പാർട്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. നിങ്ങൾക്ക് സാധനം എന്തായാലും കിട്ടും. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് അറേഞ്ച് ചെയ്ത് തരും. ഫ്രഷ് പീസും അവൈലബിൾ ആണ്, സെക്കൻഡ് ഹാൻഡും അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വണ്ടി ടെസ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പേപ്പറും കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിൽ ഇവർ ഇവിടെ നിന്ന് ടെസ്റ്റ് ചെയ്ത് എല്ലാം കയ്യിൽ പാസ്സാക്കി നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ. അത് അടുത്ത ഷോപ്പിൽ ഞാൻ ചെല്ലുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലൊക്കേഷനും കോൺടാക്ട് നമ്പറും കൊടുത്തേക്കാം, അതിലേക്ക് വിളിച്ചാൽ മതി. ഓക്കെ, അത് മസ്റ്റായിട്ട് വേണം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇതൊക്കെ ഉണ്ടായാൽ മാത്രമേ നമ്മൾക്കൊരു ഊർജ്ജം ഉണ്ടാകത്തുള്ളൂ അടുത്തടുത്ത വീഡിയോസൊക്കെ ഇടാനായിട്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് ഇടാം കേട്ടോ.